Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 3ന്റെ ഫൈനൽ എപ്പിസോഡായിട്ടുള്ള എപ്പിസോഡ് 13 ആണ്. അത് മാത്രമല്ല ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള 144 മുതൽ 147 വരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ പറഞ്ഞതുപോലെ ഇത് സീസൺ 3ന്റെ ഫൈനൽ എപ്പിസോഡാണ്. അതായത് സീസൺ 4 ഉടനെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. പിന്നെ ഇന്നലെ നമ്മൾ വീഡിയോ എടുത്ത് ചെറിയൊരു ചോദ്യം ചോദിച്ചിരുന്നു, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷാർട്ട് സോൾജറിന്റെ പേരെന്താണ്? ഏറ്റവും കൂടുതൽ വന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ബെറുവും ഇഗ്രിസുമാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ അടുത്താണ് ഇഗ്രിസിനാണോ അതോ ബെറുവിനാണോ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് നമുക്ക് നോക്കിയാലോ. താഴെ ഞാൻ 2 കമന്റ് ഇട്ടേക്കാം. റെഡ് ലവ് എന്ന് പറയുന്നത് ഇഗ്രിസും ബ്ലൂ ലവ് എന്ന് പറയുന്നത് നമ്മുടെ ബെറുവാണ്. സോ ബെറുവിനാണോ ഇഗ്രിസിനാണോ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നതെന്ന് നമുക്ക് എന്തായാലും നോക്കാം. അതേപോലെ നമ്മുടെ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കണേ. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ ജിനു വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുവാണ്. പുള്ളിക്കാരൻ മനസ്സിൽ പറയുന്നുണ്ട്, ജിൻഹോ എന്ന് പറയുന്നത് ഒരു D റാങ്ക് കോമ്പാറ്റ് ഹണ്ടറാണ്. അതുകൊണ്ട് സിവിലിയൻസിനൊന്നും അവനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെയുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു 100 ആയിരിക്കും. ഏറ്റവും വലിയ പോസിബിലിറ്റി എന്ന് പറയുന്നത് ആ സ്കാവൻഡർ ഗിൽഡിലുള്ള ഒരു 100 ആയിരിക്കും. ഇത് ഡങ്സിന്റെ യങ്ങർ ബ്രദറായുള്ള ഡോങ്സോ ആയിരിക്കും ആയിട്ട് ചെയ്തിട്ടുള്ളത്. അവനാകാനായിരിക്കും ചാൻസ് ഉള്ളത്. എന്തായാലും ജിൻഹോയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്താടാ, ന്യൂസ് ഒന്നും കിട്ടില്ലേ? ഇല്ല സാർ. ഇവൻ എന്ത് കോപ്പാണി കാണിക്കുന്നത്? അവനവൻ്റെ ജീവനിൽ കൊതിയൊന്നുമില്ല. ഡോങ്സോ ഒരു എസ്രാ ഹണ്ടർ തന്നെയാണ്, പക്ഷെ ജിനു അത് അവന് പറ്റുന്ന ഒരാളെയല്ല. ഈ ചെറുക്കിന് നന്നായിട്ട് തന്നെ അറിയാൻ തോന്നുന്നു. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ എൻ്റെ ഇടക്കേറുമെന്ന്. ലോറ, എന്തായാലും കിട്ടിയോ? സാർ, കഴിഞ്ഞ 3 മാസമുള്ള അവൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു. അവൻ പോയ സ്ഥലങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് 3 സസ്പീഷ്യസ് ആയുള്ള സ്ഥലങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിള്ളേരെ എത്രയും പെട്ടെന്ന് അവിടേക്ക് അയക്കാൻ നോക്ക്. ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. അല്ല, നീ എങ്ങനെയാണ് ആ ബ്യൂറോ ഉള്ളവരെ കൺവിൻസ് ചെയ്തത്? സാർ, ഞാൻ അവരോട് പറഞ്ഞു, ഡോങ്സോനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ താങ്കളും ജിനുവായിട്ട് ഒരു വലിയൊരു ഫൈറ്റ് തന്നെ സംഭവിക്കുമെന്ന്. പിന്നെ കാണിക്കുന്ന ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയുടെ അടുത്ത് കുറച്ചധികം പേര് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തും ചോദിക്കുന്നുണ്ട്, സാർ നിനക്കിത് ഓക്കെ അല്ലേ? ഇത് ഓക്കെ ആണെന്ന് നിനക്ക് ഉറപ്പല്ലേ? ഓ, അവൻ എനിക്ക് ഉപദ്രവിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. എന്തായാലും എനിക്ക് ഒറ്റൊരു കാര്യം അറിഞ്ഞാൽ മതി, അതവൻ പറയാൻ നോക്കട്ടെ. ഗിൽഡ് മാസ്റ്റർ എന്നോട് പറഞ്ഞത് ജിനുവായിട്ട് മെസ്സ് ചെയ്യണമെന്നല്ലേ. അതുകൊണ്ട് അവനായിട്ട് ഞാൻ മെസ്സ് ചെയ്തിട്ടില്ല. വേറെ ഒരുത്തരുണ്ടല്ലോ, എനിക്ക് എന്തായാലും ഉത്തരം കിട്ടിയാൽ മതി. അത് അവൻ്റെ വായിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ അവനോട് മര്യാദക്ക് പറഞ്ഞതാണ്. ആ കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വിടാന്ന്. പക്ഷേ ചെറുക്ക എഴുന്നേക്കാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് ഡോങ്സോ അവനെ നെഞ്ചു നോക്കി ഒരു കിടിലം പഞ്ച് കൊടുക്കും. പെട്ടെന്ന് തന്നെ ചോര ഛർദ്ദിച്ചുകൊണ്ട് അവൻ എഴുന്നേക്കുന്നുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടാകുന്നിടത്തും പറയുന്നുണ്ട്, ഇവനൊരു ടാങ്ക് ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇവൻ ഉറപ്പായിട്ടും മരിക്കേണ്ട സമയം കഴിഞ്ഞ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എനിക്ക് നിന്നോട് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് സത്യം പറയാൻ നോക്ക്. എനിക്ക് നിന്നെ കൊല്ലാൻ വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ നിനക്കൊരു കാര്യം അറിയാവോ? ദേ ഈ സൈഡിൽ നിൽക്കുന്നവനില്ലേ, ഇവനൊരു നല്ലൊരു ഹീലാണ്. നീ മരണത്തിൻ്റെ വക്കത്ത് നിൽക്കാൻ നേരത്ത് അവൻ നിന്നെ ഹീൽ ചെയ്ത് റെഡിയാക്കും. എന്നിട്ട് ഞാൻ വീണ്ടും നിന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. നിന്നെ ഞാൻ നരകം കാണിക്കും. അതുകൊണ്ട് മര്യാദക്ക് നീ പറയാൻ നോക്ക്. ഈ ഫാക്ടറി പൂട്ടിയിടാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. നീ എത്ര ഒച്ചത്തിൽ നിലവിളിച്ചാലും ആരും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താ പറയാൻ നോക്കുന്നു? പെട്ടെന്ന് നമ്മുടെ ജിൻഹോ എന്നൊന്നും പറയാൻ വരുന്നുണ്ട്. അവൻ എന്താണെന്ന് ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കാൻ നേരത്താണ് ജിൻഹോ പറയുന്നത്, ചാകടന്നായ. ഇന്നലത്തെ കേട്ടത് ഡോങ്സോക്ക് ദേഷ്യം വന്നിട്ട് അവൻ്റെ തല പിടിച്ച് ആ ഭിത്തി നോക്കി ഒരു വലിയൊരു ഇടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൂടെ ഉണ്ടാകുന്ന ഒരുത്തൻ പറയുന്നുണ്ട്, ഇതിൽ കൂടി ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും നീ സൂക്ഷിച്ചു കണ്ടൊക്കെ ചെയ്യാൻ നോക്ക്. അതുമല്ല പോരെ, ഇന്നത്തെ ദിവസം പോരെ? അവൻ ഞാൻ നന്നായിട്ട് ഉപദ്രവിച്ചില്ലേ, ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? പോരാ, ഒട്ടും തന്നെ പോരാ. അതിനാര് പറഞ്ഞ് ഇതിവിടെ തീരാൻ പോവാണെന്ന്? ഞാനിത് തുടങ്ങിയിട്ടേ ഉള്ളല്ലോ. പെട്ടെന്നായിരുന്നു ഡോങ്സോ എന്തോന്നും ദൂരെ ശ്രദ്ധിക്കുന്നത്. അതായത് ഒരു ഷാഡോ അവൻ്റെ ദൂരത്ത് നിൽക്കുന്നത് കാണും. അമ്മ പറയുന്നുണ്ട്, ഇതിനാ വല്ല ഡഞ്ചൻ ബ്രേക്ക് ഉണ്ടായോ? അതൊരു ഓർക്കാണ്. എന്തായാലും ഞാൻ പോയി അതിൻ്റെ കാര്യം നോക്കാം. ഈ ഒരു സമയത്ത് ആ ഷാഡോ നന്നായിട്ട് തന്നെ കിടന്ന് വിറക്കുന്നുണ്ട്. അവന്മാർ വിചാരിച്ചത് ഡോങ്സോനെ കണ്ടിട്ടാണ് ഈ ഷാഡോ വിറക്കുന്നതെന്നാണ്. അടുത്ത സെക്കൻഡ് തന്നെ ഡോങ്സോ നേരെ ചാടി വന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും പെട്ടെന്നായിരുന്നു എക്സ്ചേഞ്ച് എന്ന് അവിടെ പറയുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിൻഹോൻ്റെ അമ്മേനെ സിസ്റ്ററിനെയാണ്. അവർ രണ്ടുപേരും അവിടെ നിന്ന് TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ബെറു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ബെറുവിന് ഒരു ഫീല് കയറി വരും. ബെറുവിന് മനസ്സിലായി, എൻ്റെ കിങ്ങിന് ദേഷ്യമുണ്ട്. പിന്നെ കാണിക്കുന്നത് കുറേ കാറുകളാണ്. അതിൻ്റെ അകത്താട്ടെ നമ്മുടെ തോമസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, വണ്ടി നിർത്ത്. സാർ എന്ത് പറ്റി? വണ്ടി നിർത്ത്, അത് തുടങ്ങി എന്ന് പറഞ്ഞു. പെട്ടെന്ന് പുള്ളിക്കാരൻ ആ ഡോർ പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീക്ക് എത്ര പെട്ടെന്ന് എൻ്റെ പുറകിലേക്ക് വരാൻ നോക്ക്, ഞാൻ നേരെ എവിടേക്ക് പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നേരെ എവിടേക്ക് പാഞ്ഞോടുവാണ്. ഇതേ സമയത്ത് ഡോങ്സോയുടെ വയറ്റിലേക്ക് ഒരു കൈ കുത്തി കയറിയിട്ടുണ്ട്. നമ്മുടെ ജിൻഹോ ആയിട്ട് ഇത് കണ്ട് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ കാണുന്നത് ചോറ് ഛർദ്ദിച്ചുകൊണ്ട് ഡോങ്സോ ബാക്കിലേക്ക് തിരിച്ചു പോകുന്നതാണ്. അങ്ങനെ അവസാനം നമ്മുടെ ജിൻഹു അവിടേക്ക് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. പുള്ളി നേരെ തന്നെ ഒരു ഹീലിംഗ് പോർഷൻ എടുത്ത് നമ്മുടെ ജിൻഹോയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് വലിയ ഉപകാരമൊന്നും ഉണ്ടായില്ല. കാര്യം ജിൻഹോയുടെ ഹെൽത്ത് കറൻ്റ് 10% താഴെയാണ്. അതുകൊണ്ട് തന്നെ അത് എഫക്ട് ചെയ്യുന്നില്ല. അപ്പം തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഹീലേഴ്സാണോ? ആണെങ്കിൽ പെട്ടെന്ന് പിന്നെ ഹീൽ ചെയ്യാൻ നോക്ക്. എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾക്ക് കൊറിയൻ സംസാരിക്കാൻ അറിയാമല്ല. പെട്ടെന്ന് ഡോങ്സോ കടന്നു വന്നിട്ട് പറയുന്നുണ്ട്. അവൻ പറയുന്നത്, നീയൊക്കെ ആ പയ്യനെ ഹീൽ ചെയ്യാനാണ്.
ജിൻഹോ, നമ്മൾ ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ നേരിട്ട് കാണുന്നത്. ഞാൻ നിന്നോടൊക്കെ ഒരു തവണ കൂടെ ചോദിക്കും, അവനെ മര്യാദക്ക് ഹീൽ ചെയ്യാൻ നോക്ക്. അതിന് നീ ആദ്യം ഞങ്ങളുടെ ബോസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നിട്ട് പറയുന്ന സെക്കൻഡിൽ തന്നെ അവൻ്റെ മുഖത്ത് നമ്മുടെ ജിന്നു കയറി പിടിച്ചിട്ട് സൈഡിലുണ്ടായിരുന്ന തൂണിലേക്ക് ഒറ്റ എറിവിച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് മറ്റവനൊക്കെ ചോദിക്കുന്നുണ്ട്, നീ ഹീലറാണോ? മിസ്റ്റർ വാങ്, താങ്കൾ എന്താണ് ഈ കാണിച്ചത്? ജിന്നു ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് താങ്കൾ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. നീ ഹീലറാണോന്നല്ലേ ഞാൻ ചോദിച്ചത്. അല്ലെന്ന് പറയുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ പുള്ളിക്കാരെ റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് അവൻ്റെ നേരെ താഴത്തേക്ക് അടിച്ചിടുവാണ്. എനിക്കറിയാം ജിൻഹോ, നീയാണല്ലേ എൻ്റെ ബ്രദറിനെ കൊന്നത്. പെട്ടെന്ന് നമ്മുടെ ജിൻഹോ സംസാരിക്കുന്നുണ്ട്. സാർ സൂക്ഷിക്കണം, അവൻ ഡോഗ്സക്കിൻ്റെ യങ്കർ ബ്രദറാണ്, സൂക്ഷിക്കണം. മിണ്ടരുത്, ഒരു വാക്ക് പോലും നീ മിണ്ടരുത്. ജിൻഹോ, മര്യാദക്ക് ഉത്തരം പറ, നീയാണോ എൻ്റെ ബ്രദറിനെ അവൻ്റെ സ്ക്വാഡിനെ കൊന്നത്? നിനക്ക് ഇത്രക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ തന്നെ പോയി അവനോട് തിരക്കടാ. ഇത് കേട്ടത് ഡോങ്സൊക്കെ ദേഷ്യം വന്നിട്ട് ജിനുവിൻ്റെ നേരെ ഒരു പഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ജിനു നൈസിൽ അതൊന്ന് ഡോട്ട് ചെയ്ത് തിരിച്ച് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്കിൻ്റെ പവർ കാരണം അവൻ തീർച്ച് ദൂരത്ത് പോയി ഒരു സ്ഥലത്ത് വന്ന് വീഴുവാണ്. പക്ഷേ അവൻ എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് തന്നെ ജിനു അവൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിരിപ്പുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ജിനു നേരെ അവൻ്റെ കൈ ഉയർത്തി വീണ്ടും അവനെ തല പിടിച്ച് നിലത്ത് പിടിച്ചിങ്ങനെ കുത്തി വെച്ചിട്ട് നിൽക്കുവാണ്. എന്നിട്ട് അവനെ പൊക്കി വീണ്ടും നിലത്ത് നിർത്താതെ അടിക്കുന്നുണ്ട്. അടിച്ച് അവൻ്റെ തല പൊട്ടിച്ച് അവിടേക്ക് ചോരം വരുത്തുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ തോമസ് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മതി നിർത്തിയേക്ക്. ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞു വേണം നീയായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന്. അവനിപ്പോൾ ജീവനോടെ ഉണ്ടോ? തൽക്കാലത്തേക്ക് ഇപ്പോൾ ജീവനോടെ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ വിട്ടു കഴിഞ്ഞാൽ ഞാനും ഇതെല്ലാം മറക്കും. ഞാൻ ഇത് കാണാത്ത പോലെ നിന്നോളാം. അതിന് ഞാനിത് വിട്ടിട്ട് വേണ്ടേ? എങ്കിൽ ഇതൊരു റിക്വസ്റ്റ് ആയിരിക്കത്തില്ല, അതൊരു ഓർഡറാണ്. മര്യാദക്കാനെ വിടാൻ നോക്ക്. എന്ത് കോപ്പാണെങ്കിലും മതി എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനെടുത്ത് ദൂരത്തേക്ക് നമ്മുടെ ജിനുവോ എറിയും. ഇത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. ജിനുവോ, നീ തീർന്നടാ. ഇതായിരുന്നു എനിക്ക് വേണ്ടത്. തോമസ്, അവന് കൊല്ലാൻ നോക്ക്. തോമസ് വലിച്ചവനെ കീറാൻ നോക്ക്. അങ്ങനെ നമ്മുടെ ജിനുവോ ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഹണ്ടർ ആയുള്ള തോമസ് ആൻഡ്രയുടെ ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. പെട്ടെന്ന് അവൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയാവാ? നീ ആരാണെങ്കിലും എനിക്കൊരു കോപ്പമില്ല. ഞാൻ ആരാണ് എന്താണെന്ന് ഇവന് നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം. എന്നിട്ടും അവൻ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. പിന്നെ ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. തോമസിന്റെ ഫ്ലാഷ് ബാക്ക്. തോമസ് ഒരു ഇമിഗ്രേറ്റീവ് ആയിട്ടുള്ള പാവപ്പെട്ട ഒരു ഫാമിലിയിലാണ് ജനിച്ചത്. പുള്ളിക്കാരൻ്റെ കുട്ടിക്കാരൻ തന്നെ എനിമീസിനാൽ ചുറ്റപ്പെട്ടാണ് ജീവിച്ചത്. എന്നാൽ പുള്ളിക്കാരന് ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആര് തന്റെ എതിരെ വന്നാലും അവരെ മലർത്തി അടിച്ചുകൊണ്ട് തോമസ് പുള്ളിക്കാരൻ്റെ പവർ കാണിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് തോമസ് വളർന്ന് വലുതായി ഒരു ട്രൂ കിങ് എന്ന നിലയിലേക്ക് എത്തിയത്. അത് മാത്രമല്ല പുള്ളിക്കാരൻ്റെ എതിരെ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് തന്നെ അവരെ മുട്ടുകുത്തിക്കുമായിരുന്നു. തോമസിന്റെ ജസ്റ്റിസ് എന്ന് പറയുന്നത് തന്നെ വയലൻസ് ആയിരുന്നു. ഇത് നിന്റെ അരോഗൻസ് കാരണമാണ് ജിനു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ തോമസ് പോകുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ബ്യൂറോയിലുള്ളവരും അതേപോലെ നമ്മുടെ സ്കാവൻഡറിലുള്ള എല്ലാം തന്നെ അവിടേക്ക് വന്നിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു അവിടെ ഒരു സ്പോട്ടിനോടെ എന്തോന്നും അവരുടെ അടുത്തേക്ക് വന്നത്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ തോമസ് ആയിരുന്നു. തോമസിനെ കണ്ടപ്പോൾ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും നേരെ ബാക്കിലേക്ക് മാറുന്നുണ്ട്. ഇവനെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ഇവന് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങളവിടെ കാണണം. ഇവന് എന്തൊക്കെ പറ്റിയാലും അവൻ ട്രീറ്റ് ചെയ്യപ്പെട്ടിരിക്കണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നമ്മുടെ ജിൻഹോനെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്തായിട്ട് ഒരു സൈഡിൽ നമ്മുടെ സ്കാവൻഡർ ഗില്ലുള്ള എല്ലാവരും, മറ്റൊരു സൈഡിൽ നമ്മുടെ ജിനുവിൻ്റെ ആർമിയും എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇനി ഹാങ്സോ ഒന്നുമില്ല, ഒരു കോപ്പനൊന്നുമില്ല. ഇതിന് എൻ്റെ പ്രൈഡാണ്. ഞാൻ എന്ത് വന്നാലും ഈ നായനെ കൊന്നിരിക്കും. ഞാൻ നിനക്ക് അവസാനമായിട്ട് ഒരു ചാൻസും കൂടെ തരാം. നീ ഇപ്പം സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിന്റെ ജീവൻ വരെ വെറുതെ വിട്ടേക്കാം. പക്ഷെ അതിന് മറുപടിയായിട്ട് ജിന്നു ഈ ഒരു നിപ്പാണ് അവിടെ ചെയ്യുന്നത്. ഇത് കണ്ടതും തോമസിന് നന്നായിട്ട് ദേഷ്യം വന്ന് പുള്ളിക്കാരൻ ചെറുതായിട്ടൊന്ന് പവറപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ ആ ഒരു യുദ്ധം തന്നെ പുറപ്പെടുവിക്കുകയാണ്. അതായത് തോമസിന്റെ ആർമിയും ജിന്നുവിന്റെ ആർമിയും തമ്മിൽ ഒരു വലിയൊരു യുദ്ധം. തോമസ് വളരെ സിമ്പിളായിട്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന കുറേ ഷാഡോസിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ടസ്ക് തോമസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് ടസ്കിൻ്റെ തലയുടെ അകത്തൂടെ തോമസ് കയറി ഇറങ്ങും. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കൊന്നും എന്നൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായൊരു ഫാക്ടറിയുടെ അകത്തേക്ക് നമ്മുടെ തോമസ് ചെന്നിട്ടുണ്ട്. അവൻ നോക്കാൻ നേരത്ത് അവൻ്റെ കുറേ ഹണ്ടേഴ്സ് താഴെ വീണ് കിടക്കുവാണ്. അങ്ങനെ ജിന്നു അവിടെ ഉണ്ടായിരുന്നു. അവിടെ എണീറ്റ് നിന്ന് ആകെപ്പാടം ഉണ്ടായിരുന്ന ഒരു ഹണ്ടറും താഴത്തേക്ക് വീഴുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ തോമസ് ജിനുവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടെങ്കിലും അതിനെതിരെയായിട്ട് നമ്മുടെ അയൺ വന്ന് നിൽക്കും. പക്ഷെ അയനെ വളരെ സിമ്പിളായിട്ട് തന്നെ തോമസ് നശിപ്പിച്ച് കളയും. പക്ഷെ ജിനു പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷനായിട്ടുണ്ട്. ജിനു നേരെ തോമസിൻ്റെ റൈറ്റ് സൈഡിൽ താഴെ വന്നിട്ട് പുള്ളിക്കാരനെ ഡാഗർ യൂസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സ്ക്രാച്ച് പോലും അവിടെ ഉണ്ടായില്ല. ജിനുവിനെ അപ്പം തന്നെ തോമസ് അറ്റാക്കും ചെയ്യും. ജിനു അടുത്തറിച്ച് ദൂരത്തേക്ക് പോകുന്നുമുണ്ട്. നീ എന്തുവാണ് വിചാരിച്ചത്? ഞങ്ങൾ നാഷണൽ ലെവൽ ഹണ്ടേഴ്സ് ഒരു ജോക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ടെലിക്കൈനീസ് യൂസ് ചെയ്ത് ജിനുവിനെ അവിടെ അമർത്തി പിടിക്കുന്നുണ്ട്.
പക്ഷേ ജിനു ആരാമോൻ പുള്ളിക്കാരൻ തിരിച്ച് തൻ്റെ റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് തോമസിനെ താഴത്തേക്കൊന്ന് കുത്തിക്കുന്നുണ്ട്. തോമസിനൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഇതെന്ത് കുന്തമാണ്, എനിക്കൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല, എൻ്റെ ശരീരം മുഴുവൻ ഫ്രോസൺ ആയിട്ടിരിക്കുവാണ്, ഇവൻ എങ്ങനെയാണ് സാധിച്ചത്? അടുത്ത സെക്കൻഡിൽ തന്നെ ജിനു അവനോടുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്ത് തോമസിൻ്റെ കവളത്തൊരു കിടിലം പഞ്ച് എഴുതുന്നുണ്ട്. തോമസ് അവിടെ തീർച്ച ദൂരത്തേക്ക് പോകുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാൻ ബ്ലീഡ് ചെയ്തു. നീ എന്തുവാടാ പറഞ്ഞത്? പവറാ സ്ട്രെങ്താന്നും പറഞ്ഞിട്ട് ജിനു നേരെ തോമസിനെ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം തോമസും പറയുന്നുണ്ട്, മതി, എന്തായാലും ഞാൻ ഇത്ര നേരം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, ഇനി സാധിക്കില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തൻ്റെ പവറുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിസ്റ്റർ വൈറ്റും പുള്ളിക്കാരൻ്റെ ഒരു ഡ്രൈവറും കൂടെ ഇങ്ങനെ പോകുന്നതാണ്. അവൻ പറയുന്നുണ്ട്, മിസ്റ്റർ വൈസ്, താങ്കൾക്ക് എന്താണ് സംഭവിക്കണമെന്ന് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? നീ മിണ്ടാതൊന്ന് വണ്ടി ഓടിക്കാൻ നോക്ക്. മിസ്റ്റർ വൈറ്റ്, എന്താണ് സംഭവിക്കണമെന്ന് എനിക്കറിയാമല്ല. താങ്കളൊരു ഹണ്ടർ അല്ലാത്തതുകൊണ്ട് താങ്കൾക്കത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ എനിക്കിത് നന്നായിട്ട് തന്നെ ഫീൽ ആവുന്നുണ്ട്. ഇവിടെ ഒരു വലിയ യുദ്ധമാണ് സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ തോമസിനെ കാണുന്ന ജിനുവിൻ്റെ മനസ്സിലേക്ക് കാമിഷ് പറഞ്ഞ ആ കാര്യങ്ങൾ ഓർമ്മ വരും. ആ ഒരു റൈഡിൽ, അതായത് കാമിഷിൻ്റെ റൈഡിൽ 5 പേരാണ് സർവൈവ് ചെയ്തത്. അതിൽ തന്നെ 4 പേര് മനുഷ്യരാണ്, 4 പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ആ 4 പേരാണ് ഈ റൂളേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പവേഴ്സ് കടം കൊണ്ടിട്ടുള്ളത്. അതായത് ആ 4 പേരും നാഷണൽ ലെവൽ ഹണ്ടേഴ്സ് ആണെന്നാണ്. അതിലൊരാൾ ഇവനാണ്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ തോമസ്. പെട്ടെന്ന് തന്നെ തോമസ് പുള്ളിക്കാരൻ്റെ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് കാരണം അവിടെ ഉണ്ടായിരുന്ന പല ഭാഗങ്ങളും പൊട്ടിത്തെറിച്ചു പോകും. ജിനുവായിട്ട് പെട്ടെന്ന് ബാക്കും ചെയ്യുന്നുണ്ട്. കാര്യം പുള്ളിക്കാരൻ പ്രതീക്ഷിച്ച പോലെയല്ല, കാര്യം ഇത്ര നേരം ഫൈറ്റ് ചെയ്ത പോലെയല്ലെന്ന് ജിനുവിന് നന്നായിട്ട് തന്നെ മനസ്സിലായി. അപ്പം തന്നെ തോമസ് പുള്ളിക്കാരനെ ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു അറ്റാക്ക് യൂസ് ചെയ്യും. ഇത് ചെയ്തപ്പോൾ തന്നെ പുള്ളിക്കാരൻ്റെ ഗില്ലുകളുണ്ടായിരുന്ന എല്ലാവരും തന്നെ തിരിഞ്ഞ് ഓടാൻ തുടങ്ങും. കാര്യം അവർക്ക് എന്തോന്നറിയാം, അടുത്ത സെക്കൻഡിൽ തന്നെ അവിടെ ഒരു വലിയൊരു ബ്ലാക്ക് ഹോൾ പോലത്തെ സാധനം ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്നിട്ട് ജിനുവിൻ്റെ ഷാഡോസിനെ എല്ലാം അത് വലിച്ചെടുക്കാൻ തുടങ്ങും. ജിനുവിന് മനസ്സിലായി, അതായത് അതൊരു ബ്ലാക്ക് ഹോൾ പോലത്തെ ഒരു പവറാണെന്ന്. പുള്ളിക്കാരൻ്റെ റൂളേഴ്സ് അതോറിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനും അതിനകത്ത് പെട്ടുപോയെന്നാണ്. അടുത്ത സെക്കൻഡ് ഒരു വലിയൊരു സ്ഫോടനം ഉണ്ടാവും. ജിനുവോട്ടെ അവിടുന്ന് നേരെ മേലിൽ ഒരു കമ്പിയിൽ പോയി ഇരിക്കുന്നുണ്ട്. തോമസ് അപ്പോൾ പറയുന്നുണ്ട്, അടുത്ത വട്ടം ഞാൻ മിസ് ചെയ്യത്തില്ല. ഈ ഒരു സമയത്ത് ഒരു പ്യുവർ ബാറ്റ്മാനെ പോലെ നമ്മുടെ ജിനു തോമസിനെ നോക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. തോമസ് നേരെ ജിനുവിൻ്റെ അടുത്തേക്ക് ചാടി വരുന്നുണ്ട്. പക്ഷെ ജിനു പെട്ടെന്ന് തോമസിന്റെ തലയിലേക്ക് അവൻ്റെ കാല് വെച്ച് ചവിട്ടി അവനെ താഴത്തേക്ക് ഇടും. എന്നിട്ട് വീണ്ടും തോമസ് ക്യാപ്ചർ യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ജിനു പുള്ളിക്കാരെ റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് തോമസിന്റെ അടുത്തേക്ക് അവനെ വലിച്ചടുപ്പിക്കും. അവന് മനസ്സിലായി ജിനു നേർക്ക് നേർ നിന്ന് ഒരു ഹെഡ് ഓൺ അറ്റാക്കാണ് ചെയ്യാൻ പോകുന്നത്. തോമസ് അത് വെൽക്കം ചെയ്ത് അവർ രണ്ടുപേരും കൂടെ ഒരേപോലെ പുള്ളിക്കാരൻ റീഎൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്ത് ഒരേപോലെ ഒരു അറ്റാക്കും ചെയ്യുന്നുണ്ട്. എന്നാൽ തോമസ് പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. തോമസിന്റെ കൈകൾ പെട്ടെന്ന് പൊട്ടിപ്പൊളിയാൻ തുടങ്ങും. അവൻ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ടെങ്കിൽ ജിനുവിന്റെ സൈഡിൽ നിന്ന് ചെറിയൊരു എക്സ്പ്രഷൻ ചേഞ്ച് പോലും ഉണ്ടായില്ല. തോമസ് നേരെ തീർച്ച് താഴത്തേക്ക് വീഴുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ അവിടുന്ന് എണീറ്റ് ജിനുവിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുന്നുണ്ടെങ്കിൽ ജിനു അത് ഡോഡ്ജ് ചെയ്ത് വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യും. അതായത് തോമസിന്റെ 2 തലയിൽ പിടിച്ചുകൊണ്ട് പുള്ളിക്കാരനെ മുട്ടുകൊണ്ട് അവന്റെ മുഖത്തേക്ക് വലിയൊരു ഇട്ട് വെച്ച് കൊടുക്കുവാണ്. ഇതേ സമയത്ത് നമ്മുടെ ബ്യൂറോളല്ല, അതായത് മിസ്റ്റർ വൈറ്റും ബാക്കിയുള്ളവരെല്ലാവരും അവിടേക്ക് വന്നിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു അവരുടെ ഫ്രണ്ടിലേക്ക് എന്തോന്ന് തെറിച്ച് വീഴുന്ന കണ്ടത്. എടാ, എനിക്കെന്തോ തോന്നിയതാണോ? അല്ല, താങ്കൾക്ക് തോന്നിയതല്ല, അത് തോമസ് തന്നെയാണ്. മിസ്റ്റർ വൈറ്റ്, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എടാ, എന്ത് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മളാ സ്റ്റോപ്പ് ചെയ്യണോ? ഒന്ന് നോക്കിയ തോമസിനെ അവൻ ഇടിച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. അവനെ നമ്മളെങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? എങ്ങനെ സാധ്യമാകും? അവനൊരു മേജ് ടൈപ്പ് ഹണ്ടറാണ്. അവൻ എങ്ങനെയാണ് ഇത്രയും പവർ, ഇത്ര സ്പീഡ് ഉണ്ടാകുന്നത്? ഈ ഒരു സമയത്ത് ജിനു നിർത്താതെ അവനെ അറ്റാക്ക് ചെയ്യേണ്ടിരിക്കുകയാണ്. ഞാനൊരു ഫൈറ്റിൽ തോക്കുവാണോ? അതെങ്ങനെ പോസിബിൾ ആണ്? അതൊരിക്കലും പോസിബിൾ അല്ല. ഇല്ല, ഇത് സമ്മതിക്കത്തില്ല. ഞാൻ തോമസ് ആൻഡ്രയാണ്, ഞാൻ നിന്നെ ഡിഫീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചാടുന്നുണ്ടെങ്കിൽ ജിനു പെട്ടെന്ന് തന്നെ അവൻ്റെ മുതുകത്ത് വന്ന് ഒരു വലിയൊരു അറ്റാക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞു, നീ ഏത് ഓപ്പനായാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന്. ജിനു നിർത്താതെ തോമസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് കിടന്ന് കാണുന്നുണ്ട്, സാർ പ്ലീസ് ഒന്ന് നിർത്ത്, വേണ്ട. പക്ഷേ ഇതൊന്നും കേൾക്കാതെ ജിനു വീണ്ടും 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 അവൻ്റെ മുഖത്ത് നോക്കി ശരീരത്ത് നോക്കി നിർത്താതെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം കുറേ അധികം ഇടി കൊണ്ടതിന് ശേഷം തോമസ് പറയുന്നുണ്ട്, മതി. ഇത് കേൾക്കാൻ നേരത്ത് ജിനു സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയും ചെയ്യും, ഞാൻ തോറ്റ്, ഈ ഒരു ഫൈറ്റ് ഞാൻ തോറ്റ്. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്, ഇൻക്ലൂഡിങ് നമ്മുടെ മിസ്റ്റർ വൈറ്റ്. പുള്ളിക്കാരൻ ആലോചിക്കുന്നുണ്ട്, ഇതെങ്ങനെ സാധ്യമാകും? ദി ഗ്രേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന തോമസ് ആൻഡ്രോ ആണ് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. ഈ ലോകത്ത് തന്നെ എത്രയധികം ഹണ്ടേഴ്സിന് ഇവനിങ്ങനെ ഡാമേജ് കൊടുക്കാൻ പറ്റും? അല്ല, ഏതെങ്കിലും ഒരു ഹണ്ടറിന് ഇതുപോലെ ഡാമേജ് കൊടുക്കാൻ പറ്റുമോ? ഈ ലോകം തന്നെ ഈ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിത്തെറിച്ച് പോകും. പെട്ടെന്ന് തന്നെ അവനെ ഹീൽ ചെയ്യാൻ നോക്ക്. സാർ, ഞാൻ നോക്കുന്നുണ്ട്, അവൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബോൺസും ബ്രേക്ക് ആയിട്ടുണ്ട്. അത് മാത്രമല്ല നന്നായിട്ട് തന്നെ ബ്ലീഡിങ് ചെയ്യുന്നുണ്ട്. ഇത് കമ്പൈൻ ഫോഴ്സ് തന്നെ വേണം ഇവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീലർ പറയുന്നുണ്ട്. ഈ ഒരു ഫൈറ്റിൽ ഇത്ര നേരം ഇവൻ സർവൈവ് ചെയ്യാൻ കാര്യം ഇവനൊരു നാഷണൽ ലെവൽ ഹണ്ടർ ആയതുകൊണ്ട് മാത്രമാണ്. ഇത് വേറെ ഏതെങ്കിലും ഒരു ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ അവനൊരു 10 വട്ടം മരിക്കേണ്ട സമയം കഴിഞ്ഞു. ഇതേ സമയം അവിടെ മേജറായുള്ള കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായില്ലായിരുന്നു. മിസ്റ്റർ വൈറ്റ് പുള്ളിക്കാരെ തലേ കഴിച്ച് പറയുന്നുണ്ട്, ഭാഗ്യം ഇത്രയും ഉണ്ടായില്ലല്ലോ. പെട്ടെന്നായിരുന്നു ഒരുത്തം വന്ന് പറയുന്നത്,
സാർ ഹോങ് ഡോൺസോ ബ്രീത്ത് ചെയ്യുന്നില്ല, അവൻ മരിച്ചിരിക്കുന്നു. ജിൻവു അവൻ എന്തേ, അവനെ കാണുന്നില്ല, അവൻ ആ ഫൈറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കാണാതായതാണ്. ഇതേ സമയത്ത് ജിനു ഒരു കെട്ടിടത്തിന്റെ മുകളിലിരിക്കുവാണ്. ഞാൻ എന്തായാലും ബെറുമായിട്ട് ഷാഡോ എക്സ്ചേഞ്ച് യൂസ് ചെയ്ത്, നീ കുറെ നാളായില്ലേ സൗത്ത് കൊറിയയിലേക്ക് വന്നിട്ട്, എങ്ങനെയുണ്ട് ഇവിടുത്തെ സിറ്റി? എന്തായാലും ബെറു അവനെ നന്നായിട്ട് തന്നെ ഹീൽ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം. പെട്ടെന്ന് അവിടെ ഒരു ഷാഡോ ഉണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, മൈക്കിങ് എന്താടാ, താങ്കൾക്ക് എനിക്കൊരു പേര് തരാൻ സാധിക്കുമോ? പെട്ടെന്ന് ഒരു പുതിയൊരു ഷാഡോനാണ് കാണിക്കുന്നത്. അവൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ജനറലാണ്. നിനക്ക് പേരാ? നീ ഭയങ്കര ഗ്രീഡി അല്ലായിരുന്നു, അതുകൊണ്ട് ഗ്രീഡ് തന്നെ ഇരിക്കട്ടെ. എന്താടാ നിനക്ക് ഇഷ്ടപ്പെട്ടാ ഹോങ് ഡോൺസോ? മതി മൈക്കിങ്, താങ്ക് യു. മതി എങ്കിൽ അവിടെ തലയും കുത്തി നിൽക്കാൻ നോക്കുന്ന പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ആ ഒരു ഷാഡോനെ കൊണ്ട് അവിടെ ഇങ്ങനെ തലയും കുമ്പിട്ട് നിർത്തിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്, അതായത് ആ ഇന്റർനാഷണൽ ഗിൽഡ് കോൺഫറൻസ് നടക്കുന്ന ആ ഒരു ദിവസം ജിന്നു അവിടേക്ക് വന്നിട്ടുണ്ട്. എല്ലാ റിപ്പോർട്ടേഴ്സും അവൻ്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുവാണ്. സാർ ഞങ്ങളോട് ക്ഷമിക്കുക, ഈ സ്പോട്ടിൽ താങ്കൾക്ക് അവോയ്ഡ് ചെയ്യാൻ കുറച്ചധികം പാടായിരിക്കും. കാര്യം ഇന്നലത്തെ കാര്യം അറിയാമല്ലോ, ആ സ്കാവൻഡർ ഗിൽഡവരെ പറ്റി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യം ഞങ്ങൾ ബ്യൂറോ നോക്കിക്കോളാം. അപ്പോൾ ജിന്നു മനസ്സിൽ പറയുന്നുണ്ട്, എന്തായാലും ഡോങ്സിനെ കുറിച്ച് ഇനി എനിക്കൊന്നും അറിയണമെന്നില്ല, ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഒരേ ഒരു ഉത്തരം തേടിയാണ്, ആ ഉത്തരം എനിക്കിന്ന് കിട്ടണം. സാർ ഇതിരിക്കട്ടെ, ഈ ഇയർപീസ് വെച്ചുകൊണ്ട് അവിടെ നടക്കുന്ന എല്ലാം ഞാൻ ലൈവായിട്ട് തന്നെ താങ്കൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ ജിന്നു ആ റൂമിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവിടെ കുറേ ഹണ്ടേഴ്സ് അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് നമ്മുടെ ലിയു സിങ് ഗാങ്. അങ്ങനെ ജിന്നു അതിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടാണ് സീസൺ 3, അതായത് സോളോ ലെവലിങ്ങിന്റെ സീസൺ 3 ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ് അങ്ങനെ 13 എപ്പിസോഡ് ലെങ്തുള്ള ഒരു സീസൺ 3 ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അതുമല്ല നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ സീസൺ 4 ആയിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ നമ്മുടെ പേജ് നിങ്ങൾക്ക് മിസ് ഔട്ട് ആയി പോകുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഒരു വലിയ നഷ്ടമായിരിക്കും.